മലപ്പുറത്ത് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിക്കുകയാണ്. തത്സമയത്തിലേക്ക് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ മലപ്പുറത്ത് അനന്തുവിന്റെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീട്ടുകാരെ നേരിൽ കണ്ട ആശ്വാസവാക്കുകൾ നൽകുകയാണ് അദ്ദേഹം. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ബന്ധുക്കളോട് ചോദിച്ചറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെയധികം ദാരുണമായൊരു സംഭവത്തിന് ശേഷം ജനങ്ങൾ ഒന്നാകെ ആ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുകയാണ്. ശിവദാസ് കന്മനം ചേർന്നുണ്ടായ ശിവദാസ, രാഷ്ട്രീയ രംഗത്ത് നിന്നും ശക്തമായൊരു പിന്തുണ ആ ഒരു കുടുംബത്തിനുണ്ട്. എന്തായാലും ഒരു നീതി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉള്ളത്. ആ ഒരു കുടുംബം അത്രത്തോളം ദുഃഖകരമായി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. വിഷ്ണു, തീർച്ചയായും വലിയ ഒരു ദുഃഖ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ആ കുടുംബത്തിന് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തിന്റെ ഏക അത്താണി ആവേണ്ടിയിരുന്ന ഒരു പയ്യൻ, ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പയ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു പിന്തുണ എല്ലാ മേഖലയിൽ നിന്നും ആ കുടുംബത്തിന് ഇപ്പോൾ അനിവാര്യമാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ കുടുംബത്തെ സന്ദർശിച്ച് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രമുഖർ, BJPയുടെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. ഇത്തരത്തിൽ നിരവധി പേരാണ് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ആ ഒരു നഷ്ടത്തിൽ നിന്നും വിയോഗത്തിൽ നിന്നും ആ കുടുംബം ഇപ്പോഴും അതിന്റെ ഞെട്ടലിൽ നിന്നും അവർക്ക് വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഒരു സാധാരണ കുടുംബമാണ്, വളരെ പാവപ്പെട്ട കുടുംബമാണ് അനന്തുവിൻ്റേത്. അനന്തുവിന്റെ ജീവിതം അപ്രതീക്ഷിതമായി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇല്ലാതായിരുന്നു. അതിന്റെ ഞെട്ടലിലാണ് ആ കുടുംബം. 2 സഹോദരിമാരും അനന്തുവുമാണ് അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏക ആൺതരി കൂടിയാണ് ആ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു വലിയ പിന്തുണ ഈ സമയത്ത് വളരെ അനിവാര്യമാണ്. പക്ഷേ കൃത്യമായി സംസ്ഥാന സർക്കാരും മറ്റ് പ്രധാനപ്പെട്ട ഇടത് വലത് നേതാക്കളെല്ലാം തന്നെ കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതലുള്ള അവരുടെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് അത് വ്യക്തമാണ്. ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള മാത്രമുള്ള ഒരു ശ്രമമാണ് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം മന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും അടക്കം ഇതിൽ നിന്നും കൈയൊഴിയുന്ന ഒരു സാഹചര്യം, അവരുടെ വാക്കുകൾ അങ്ങനെയുള്ളതായിരുന്നു. എന്തായാലും പക്ഷേ ഇപ്പോൾ ആ കുടുംബത്തിന് ഇത്തരത്തിലുള്ള അത്താണികളും ഇത്തരത്തിലുള്ള സഹായ ഹസ്തങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വിയോഗം അത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. അതുകൊണ്ട് ഒരു ചേർത്ത് പിടിക്കൽ ആ കുടുംബത്തിന് ഈ സമയത്ത് അനിവാര്യം തന്നെയാണ്. ആ ചേർത്ത് പിടിക്കൽ തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ സന്ദർശനത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷ്ണു, ശിവദാസ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കുടുംബത്തിന് കൂടുതൽ പിന്തുണ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏറെ അനിവാര്യമായിട്ടുള്ളത്. അത്രത്തോളം ഒരു ദുരന്തം അവർ നേരിട്ടിരിക്കുന്നു. തങ്ങളുടെ മകൻ നഷ്ടമായതിൻ്റെ ആ ഒരു വേർപാടിൻ്റെ ആ ഒരു വേദനയിൽ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബമുള്ളത്. അതേസമയം നിരവധി ആളുകളാണ് ആ ഒരു കുടുംബത്തിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുള്ളത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.